ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓട്ടോ ഡിലക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് 2015 മോഡല് ആസ്റ്റ ഡീസലിൽ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഒരു i20 ആണ്. പ്രത്യേകിച്ച് ആക്സിഡന്റോ കാര്യങ്ങളോ സംഭവിക്കാത്ത നല്ല ക്വാളിറ്റി വണ്ടിയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൈലേജ് കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ് കേട്ടോ. വാഹന വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ നല്ല നീറ്റ് വണ്ടിയാണ്. ഒരു സിൽവർ കളറിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. ആസ്റ്റ എന്ന് പറയുമ്പോൾ ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ്. പിന്നെ AC പവർ സ്റ്റാറിങ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന ഒരു വാഹനമാണ്. DRL വരുന്നുണ്ട് ഹെഡ്ലൈറ്റിങ്. അതേപോലെ തന്നെ നല്ല നീറ്റാണ്. 2016 ശേഷം വരുന്ന ഹെഡ്ലൈറ്റിലേക്ക് പറഞ്ഞാൽ പ്രൊജക്ടർ ഹെഡ്ലാമ്പ് വരുന്നുണ്ട്. ഇത് പ്രൊജക്ടർ ഹെഡ്ലാമ്പ് കാര്യങ്ങളൊന്നും വരില്ല, കുഴപ്പമില്ല, നല്ല ഭംഗിയിലാണ്. ഫ്രണ്ട് ഗ്രില്ലൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയിലാണ്. ഫോഗലാമ്പ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട് കേട്ടോ. ഈ വാഹനത്തിലെ ടയറിന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരു 50% കോടുള്ള ടയർ കാര്യങ്ങളെ ഈ വാഹനത്തിനുള്ളൂ. കമ്പനി അലോവിയിൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഫ്രണ്ടിൽ സംഭവിച്ചിട്ടില്ല. വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. 1,15,000 കിലോമീറ്ററാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത്. സൈഡ് മിററിന്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഫോൾഡബിൾ സൈഡ് മിററാണ്. ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, അതേപോലെ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് മിറർ കാര്യങ്ങളെല്ലാം വരുന്നത്. സൈഡ് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഓവർ എക്സ്ട്രാ ഫിറ്റിങ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. സിൽവർ കളറിൽ ബോഡി ലൈനിങ് ഒക്കെ നോക്കിയാൽ നല്ല വൃത്തിയിൽ, അത് മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ സംഭവിക്കാത്തതുകൊണ്ടാണ് ആ ഒരു വൃത്തിയിൽ കാണുന്നത്. പുറകിലും അലോവിയിൽ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. i20ന്റെ ടെയിൽ ലാമ്പിന്റെ പ്രത്യേകിച്ച് നമ്മൾ സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് ഏകദേശം ഒരു മധ്യഭാഗത്തേക്ക് വരെ എത്തുന്ന നല്ല വലിപ്പം കൂടിയ ടെയിൽ ലാമ്പാണ് വരിക. ഡീഫോഗർ വരുന്നുണ്ട്, വൈപ്പർ വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബൂട്ട് സ്പേസും ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു പാർസൽ ട്രേ, അടിപൊളി പാർസൽ ട്രേ വരുന്നുണ്ട്. ഈ ഒരു പോർഷനിലാണ് നമുക്കൊരു ലൈറ്റ് കാണാം. അപ്പോൾ രാത്രിയൊക്കെ നമ്മൾ ബൂട്ട് സ്പേസ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതിലേക്ക് കാണാൻ വേണ്ടിയിട്ടൊരു ലൈറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സ്റ്റെപ്പിൻ്റെ ഒക്കെ താഴെയാണ് ടൂൾസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ബാക്കിൽ ഇടിയോ കുത്തോ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയിലാണുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളെല്ലാം വരുന്നൊരു വാഹനം കൂടിയാണ്. വാഹനത്തിൻ്റെ പുറകിലേക്ക് കയറുകയാണെങ്കിൽ നല്ല ലെഗ് റൂം വരുന്നുണ്ട്. അതേപോലെ ഒരു AC വിൻഡോ പുറകിലേക്ക് വരുന്നുണ്ട്. ആംറസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നല്ല സ്പേസ് ആണ് ഇതിൻ്റെ പുറകിൽ വരാൻ. അപ്പോൾ മൂന്നാൾക്കൊക്കെ സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. അതേപോലെ ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ ഡോറുമ്പോൾ തന്നെയാണ് നമുക്ക് പവർ വിൻഡോൻ്റെ ബട്ടൺ, അതേപോലെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ്, സൈഡ് മിറർ, കൺട്രോൾ യൂണിറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ സീറ്റിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റ് ടൈപ്പാണ് വന്നത്. ടിൽറ്റബിൾ സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിംഗ് നമുക്ക് ഹൈറ്റിനനുസരിച്ചിട്ട് മുകളിലേക്കും താഴേക്കും ആക്കാൻ പറ്റുന്ന സംവിധാനമുണ്ട്. മാനുവൽ ഗിയർ ബോക്സിലാണ്. 20 കിലോമീറ്റർ വരെ ഏകദേശം മൈലേജ് കിട്ടുന്ന ടൈപ്പ് ഡീസൽ വണ്ടിയാണുള്ളത്. പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സംവിധാനങ്ങളുള്ള ഒരു അടിപൊളി ഡീസൽ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ 1,15,000 കിലോമീറ്ററാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത്. യാതൊരുവിധ മേജർ ആക്സിഡന്റ്, ടോട്ടൽ ലോസ് ഓഫ് ഫ്ലഡോ ഈ ഒരു വാഹനത്തിൽ സംഭവിച്ചിട്ടില്ല. ഈ വാഹനം നിലവിലുള്ളത് ഓട്ടോ ഡിലക്സ് എന്ന് പറയുന്നത് നമ്മുടെ മലപ്പുറം ആലത്തൂർ പടിക്കലുള്ള, മലപ്പുറം ജില്ലയിൽ മലപ്പുറം ടൗണിൽ നിന്ന് കോഴിക്കോട് റൂട്ടിൽ 3 കിലോമീറ്റർ വന്നാൽ മേൽമുറി ആലത്തൂർ പടി എന്ന് പറയുന്നത് നമ്മുടെ സ്ഥാപനത്തിലാണ്. ഓട്ടോ ഡിലക്സ് എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിലാണ് വണ്ടി നിലവിലുള്ളത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഫോട്ടോ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കാണുന്ന നമ്പറിൽ ഏതിൽ വിളിച്ചാലും മതി. അഥവാ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി. ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങൾ കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബാങ്ക് ലോൺ വേണമെന്നുണ്ടെങ്കിൽ 80, 90, 95% വരെ നമുക്ക് മാക്സിമം കേരളത്തിൽ എവിടെയും ബാങ്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ വിലയിൽ 5-30 നമുക്ക് ചെറിയ രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. വാഹനത്തിൻ്റെ വില വരുന്നത് 5,30,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് ആയിട്ട് വരുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ കാണുന്നെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും വേണം. മാത്രമല്ല ഇത്രയും സമയം ഞങ്ങളൊരു വീഡിയോ കാണാൻ വേണ്ടി സമയം ചെലവഴിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.